കാലവർഷം അടുത്തതോടുകൂടി തിരുവനന്തപുരം നഗരസഭയിൽ വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അതിൽ കോർപ്പറേഷൻ്റെ ഇടപെടലിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി മേയർ വി രാജേഷ് നമ്മോടൊപ്പം ചെയ്യുകയാണ്. വലിയ ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും അതൊരു പരിഹാരം? അതായത് കോർപ്പറേഷനിൽ ഞാൻ മേയറായതിനു ശേഷം വളരെ കൃത്യമായിട്ട് വളരെ എക്സ്പെർട്ടുകളുമായിട്ട് സംസാരിച്ചതിനെക്കുറിച്ച് ഒരു ധാരണയായിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ ഒരു 8-9 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിലുള്ള കനാലുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഓടകളും ആറുകളും തോടുകളുമുണ്ട്. റോഡുകൾ പലതും നാഷണൽ ഹൈവേ അതോടൊപ്പം തന്നെ PWD KRF ഈ റോഡുകൾ പലതും ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വസ്തുതകൾ വിലയിരുത്തി പ്രശ്നം പരിഹരിക്കേണ്ടതായിട്ട്. കാരണം എല്ലാ വർഷവും മഴ പെയ്യുമ്പോഴും കുറേ പണം ആമേഴഞ്ചാൻ തോട് പാർവതി പുത്തനാർ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി ചിലവഴിക്കും. ഒരുപാട് മാൻ പവറും ചിലവഴിക്കും. ജനങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടമുണ്ട്. പക്ഷേ പ്രശ്നം പരിഹരിക്കുന്നില്ല. കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിൽ 101 വാർഡുകളിലുമുള്ള എല്ലാ ഓടകളും കോർപ്പറേഷൻ തന്നെ ഒരു 1.5 കോടി രൂപയ്ക്ക് പുറത്ത് 1.5 കോടി മുതൽ 2 കോടി രൂപ വരെ മുടക്കി ഞങ്ങൾ 1.5 മാസം മുമ്പ് തന്നെ ക്ലീനിങ് ആരംഭിച്ചു. ഞങ്ങൾ നേരിട്ട് നിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള മഴയിൽ കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ഓടയിലും വെള്ളം പൊങ്ങിയായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടുള്ളത് തകരപ്പറമ്പ് പഴവങ്ങാടി ഭാഗത്താണ്. അതുപോലെ തമ്പാനൂർ SS കോവിൽ റോഡ് ഭാഗത്ത് കുറച്ച് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്. ഇത് രണ്ടും പാർവതി പുത്തനാറും ആമേഴഞ്ചാൻ തോടും ഒഴുകിപ്പോകുന്നതിൽ നിന്നുണ്ടാകുന്ന ഓവർഫ്ലോ ആണ്. ഇത് രണ്ടും ജലസേചന വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവർക്ക് ചില പരിമിതികൾ ഉണ്ടായിരുന്നത് കോർപ്പറേഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തകരപ്പറമ്പ് പഴവങ്ങാടി ഭാഗത്തെയും തമ്പാനൂര് ജോയ് മരണപ്പെട്ട ഭാഗത്തെയും കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ക്ലീൻ ചെയ്തു. ഞങ്ങളുടെ പരിമിതി അകത്തു നിന്നുകൊണ്ട് ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടാമെന്ന് സമ്മതിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് ഇന്ന് രാവിലെ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരവരുടെ ഉടമസ്ഥയിലുള്ള റോഡെങ്കിൽ റോഡ്, തോടെങ്കിൽ തോട്, ഓടകളെങ്കിൽ ഓട അത് ശുദ്ധീകരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. ശാശ്വതമായി പ്രശ്നം പരിഹരിക്കുവാനുള്ള പരിഹാരം തേടി കോർപ്പറേഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള 2 മന്ത്രിമാരുണ്ട്, 2 MLA മാരുണ്ട്. അവരെ ഉൾപ്പെടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കേണ്ടി വരും. അങ്ങനെ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഞാൻ മുൻപ് ഇവിടെ ജില്ലാ കളക്ടർമാരായിട്ട് ജോലി ഉണ്ടായിരുന്നവർ, വാട്ടർ അതോറിറ്റിയുടെ ഇപ്പോൾ നിലവിലുള്ള ജോയിൻറ്റ് MD ഇവരൊക്കെ ആയിട്ട് സംസാരിച്ച്, മുൻപ് ചീഫ് സെക്രട്ടറി ആയിരുന്നവർ അവരോടൊക്കെ സംസാരിച്ചിട്ട് ഏറെക്കുറെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ്. ഈ മാലിന്യം പൊങ്ങി വരുന്നൊരു സാഹചര്യം നല്ല ഉണ്ടായിരുന്നു കടകളിലേക്കൊക്കെ. അത് ഈ പാർവതി പുത്തനാരിൽ നിന്നുള്ള മാലിന്യം തിരിച്ചു കയറി വരുന്നതാണോ? അല്ലെങ്കിൽ അല്ല, മാലിന്യം വലിച്ചെറിയുക എന്നുള്ളത് ജനങ്ങൾ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. അതിന് 2 പ്രശ്നമുണ്ട്. ഒന്ന്, മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഒരു വലിയ പ്ലാന്റ്, ഒരു മെക്കാനിസം തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യമാണ്. അങ്ങനെ ഒരു മെക്കാനിസം ഇല്ലാത്തിടത്തോളം കാലം ജനങ്ങൾ ഇങ്ങനെ വലിച്ചെറിയും. അവർ കുറേ കഴിഞ്ഞിട്ട് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 2-2 ലക്ഷം ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാ ദിവസവും കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ പ്രായോഗികമല്ല. ഒരു 3-4 സ്ക്വാഡ് രാത്രിയും പകലും വിട്ടിട്ടുണ്ട്. കുറേ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷന് വേണ്ടിയുള്ള പ്രയാണത്തിലാണ് ഞങ്ങൾ. അതുകൂടി സാക്ഷാത്കരിക്കുന്നതുകൊണ്ട് പ്രശ്നം അവസാനിക്കാൻ സാധിക്കും. എന്തായാലും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മറ്റൊരു വിഷയം, ഈ മെഡിക്കൽ കോളേജ് ഭാഗത്തുള്ള ലഹരി വിൽപ്പന നടത്തുന്ന കടകളിൽ അത് ഇനി വരുന്ന ദിവസങ്ങളിൽ തുടരുമോ, അല്ലെങ്കിൽ ഇന്ന് മാത്രമാണോ? എങ്ങനെയാണ്? ഇന്ന് രാവിലെ 1000കണക്കിന് പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി, ചാക്ക് കണക്കിന്. അത് ഞങ്ങൾ കോർപ്പറേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ട്, പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ സ്കൂളിൻ്റെ ചുറ്റുപാടും ലഹരി വിൽപ്പന കേന്ദ്രങ്ങളായി മാറുകയും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ കുറേ കാലങ്ങളായുണ്ട്. ഞങ്ങൾ ഒരു സംശയവും വേണ്ട, ഈ ലഹരി മാഫിയകളുടെ അടിവേരറുക്കുവാനുള്ള നീക്കം കേരള പോലീസുമായി യോജിച്ച് ഞങ്ങൾ ചെയ്യുക. ഓപ്പറേഷൻ തൂഫാനുമായി യോജിച്ച് തന്നെ തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് നല്ലൊരു പദ്ധതിയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ്. അതുമായിട്ട് ഞങ്ങൾ പരമാവധി സഹകരിക്കുന്നുണ്ട്. പോലീസും ഞങ്ങളോടൊപ്പം നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ആരംഭിച്ചു, ഇത് ഇനി തുടർച്ചയായിട്ട്. അത്തരത്തിലാണ് വരുന്ന ദിവസങ്ങളിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് മേയറിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിനെ സമഗ്രമായിട്ടുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കാനുമാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തുള്ള നീക്കം. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.